പുറം ലോകം കണ്ട് അങ്ങനെ ഫൈനലി തമാശക്കാരൻ അടി. മോനെ സ്മൈലിൻ പെയിൻ ആയിരുന്നു മോനെ, സ്മൈലിൻ പെയിൻ. അതെന്നാ ഞാൻ പറഞ്ഞുതരാം മോനെ. എടാ സംഭവം എന്താന്ന് വെച്ചാൽ ഇന്ന് ഓഫീസിൽ മാനേജറിൻ്റെ മാനേജർ വന്നു, അതായത് സൂപ്പർ മാനേജർ. അങ്ങേര് ഹൈദരാബാദിൽ എങ്ങാണ്ടാണ് ഇരിക്കുന്നത്. അങ്ങേര് വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ ബാംഗ്ലൂർ വന്നിട്ട് അങ്ങേരുടെ ശിഷ്യന്മാരും അങ്ങേരുടെ കൂലിക്കാരായ ഞങ്ങളുടെ അടുത്ത് ഗുണാധികാരം പറയാനായിട്ട് വരാറുള്ളതാണ്. അങ്ങനെ അങ്ങേര് വന്ന് അരമണിക്കൂർ സ്പീച്ചൊക്കെ തന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അത് ഇത് ഒക്കെ കഴിഞ്ഞ് പെർഫോമൻസ് ഒക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ ഫുള്ള് ടീമിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കാണുമല്ലോ, ഇനി നിങ്ങൾ സംസാരിക്കൂ, നിങ്ങൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളൊരു മൈൻഡായി. സ്വാഭാവികമായിട്ട് അപ്പം ആരും ഒന്നും അങ്ങനെ പറയത്തില്ല, കാരണം അപ്പം അങ്ങനെ ആരും പറയാറില്ലല്ലോ. അപ്പം ആരും അങ്ങനെ പറയാതെ മിണ്ടാതൊക്കെ ഇരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങേര് വെറുതെ പാൻട്രിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നേ. അപ്പം സീനിയേഴ്സിലെ ഒരു ചേട്ടൻ ഇങ്ങനെ എന്തോ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമോ മോനെ. അപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചോര ഇങ്ങനെ തിളയ്ക്കുന്നു. മാനേജറാണ്, അപ്പം സൂപ്പർ മാനേജർ. അപ്പം അങ്ങയുടെ മുമ്പിൽ ഷൈൻ ചെയ്യണമെങ്കിൽ, അങ്ങനെ ഓർത്തിരിക്കണമെങ്കിൽ എന്തെങ്കിലും കുശലം എനിക്കും പറയണം. കുശലം പറയണം. അങ്ങനെ ഞാൻ കുണച്ച് വിട്ട കുശലമാണ്. ഞാൻ പറഞ്ഞു, സാറേ എന്തുവാ സാറേ ഇത്, പുതിയ ബിൽഡിങ്ങിലോട്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം, പക്ഷേ സാറേ ഇവിടെ ചാർജിങ് പോയിന്റ് പോലും ഇല്ല സാറേ. എക്സ്റ്റൻഷൻ മുമ്പിലത്തെ 2 ടേബിളിലേ ഉള്ളൂ, ഞങ്ങളിരിക്കുന്ന ടേബിളിലൊന്നും എക്സ്റ്റൻഷൻ പോലും ഇല്ല. എൻ്റെ ആ കുശലം കഴിഞ്ഞപ്പം ഫുള്ള് പാണ്ട്രി സൈലൻ്റ് ആയിരുന്നു മോനെ. ഒരു 25 സെക്കൻഡിൻ്റെ സൈലൻസിന് ശേഷം അങ്ങേര് എൻ്റെ മാനേജറിനോട് ചോദിക്കുക, ഇവൻ സെയിൽസിലല്ലേ, ഇവരെന്തിനു ഓഫീസിലിരിക്കുന്നതെന്ന്. 2 തുള്ളി മൂത്രം പോയ ചോദ്യം കേട്ടപ്പോൾ മോനെ. എന്നിട്ട് അങ്ങനെ ചോദിക്കുക, എക്സ്റ്റൻഷൻ കേബിളിൻ്റെ ആവശ്യം എന്താ, ചാർജിങ് പോയിന്റിൻ്റെ ആവശ്യം എന്തുവാ, സെയിൽസിലെ ആൾക്കാർ ഓഫീസിൽ ഇരിക്കാനേ പാടില്ല, ഫുൾ ടൈം വെളിയിൽ വേണം ഇരിക്കാൻ, ഓഫീസിൽ വരിക, പഞ്ചിങ് ചെയ്യുക, ഫീൽഡിൽ പോവുക, മീറ്റിംഗ് ചെയ്യുക, തിരിച്ച് ഓഫീസിൽ വരിക, സൈൻ ഇടുക, തിരിച്ച് വീട്ടിൽ പോവുക. ഇതാണ് ഒരു സെയിൽസിൻ്റെ ഓഫീസിലെ ടൈം ടേബിൾ. അതുകൊണ്ട് നീ ഓഫീസിൽ ഇരുന്ന് കൊണക്കണ്ട എന്ന് അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു മോനെ. അതുകൊണ്ട് നിനക്ക് എക്സ്റ്റൻഷൻ കേബിൾ ഇല്ല. അത് കഴിഞ്ഞിട്ട് ആ മഹാനുഭാവു ഒരു കാര്യം കൂടെ എഴുന്നള്ളിച്ചു, നിങ്ങളെല്ലാവരും ഡെയിലി എത്ര മീറ്റിംഗ്സ് ചെയ്യാറുണ്ട് എന്നൊരു ചോദ്യം. അപ്പം എല്ലാവരും പറഞ്ഞു, സാർ 2 ചെയ്യാറുണ്ട്, 3 ബാംഗ്ലൂർ ട്രാഫിക്കാണ്, അതുകൊണ്ട് ഒരുപാട് പറ്റുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഉടനെ അങ്ങേരങ്ങ് എഴുന്നള്ളിക്കുക, എവിടാണെങ്കിലും 4 മീറ്റിംഗ് ചെയ്യണമെന്ന് മോനെ. അത് കഴിഞ്ഞിട്ട് മാനേജറിനോട് പറയുക, അവിടെ മോനെ മുഴുവനും സെയിൽസിലെ ആൾക്കാരായിരുന്നു ഇരുന്നത്. അപ്പം അവരുടെ എല്ലാവരുടെയും മാനേജർമാരും ഉണ്ടായിരുന്നു. അപ്പം മാനേജർമാരോട് പറഞ്ഞു, ഇനി മുതൽ എല്ലാ ദിവസവും എനിക്ക് DSR വേണമെന്ന്. DSR എന്ന് വെച്ചാൽ ഡെയിലി സെയിൽസ് റിപ്പോർട്ട്. ഈ സെയിൽസ് മാനേജർമാർ, അതായത് ഞങ്ങൾ മീറ്റിങ്ങിന് പോകുമ്പോൾ ആരെയാണ് കാണുന്നത്, എവിടെ വെച്ചാണ് കാണുന്നത്, എന്നാണ് കാണുന്നത് എന്ന് അദ്ദേഹത്തിന് എക്സലിൽ ഉണ്ടാക്കി അയച്ചു കൊടുക്കണമെന്ന്. തീർന്നു. എന്തൊക്കെ സമാധാനവും സന്തോഷത്തോടെ ഓഫീസിലിരുന്നു, അതിനി കുറച്ച് നാളത്തേക്ക് കാണത്തില്ല മോനെ. ഇതിനെ ഞാൻ എന്തുവാടാ പറയേണ്ടത്. വഴി കൂടെ പോയ പാമ്പിനെ എടുത്ത് മുണ്ടിൻ്റെ അകത്ത് വെച്ച് അടച്ചു വെച്ചു. അതും സ്വന്തം മുണ്ടിൻ്റെ അല്ല, കൂടെ പണി ചെയ്ത എല്ലാവന്മാരുടെ മുണ്ടിൻ്റെ അകത്തോട്ട് വെച്ച് അങ്ങ് അടച്ചു കൊടുത്ത്. അവന്മാർ ഇനി എന്നെ കന്നഡയിൽ പറയാനൊന്നുമില്ല മോനെ. പുതിയ കുറച്ച് ബാഡ് വേർഡ്സ് പഠിച്ചു, അത് പക്ഷെ മറന്നുപോയി. അതൊന്നുകൂടെ കേൾക്കുമ്പോൾ ഓർമ്മ വരുമായിരിക്കും. എന്നാലും സംഗതി കൊള്ളാം. അപ്പോൾ ഇതായിരുന്നു മോനെ ഇന്ന് ഓഫീസിൽ നടന്ന കാര്യം. ഗുണപാഠം എന്താണ്? അനാവശ്യ സ്ഥലത്ത് ആവശ്യമില്ലാതെ ഗുണാധികാരം പറയാൻ വാ തുറക്കരുത്. ഗുണപാഠം. ഈ ഗുണപാഠം നിങ്ങളോടും കൂടെ പറയണമെന്ന് തോന്നി മോനെ. നിങ്ങളും അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കണേടാ. വെറുതെ വേണ്ടാത്ത സ്ഥലത്ത് വായിട്ട് അലക്കല്ലേ മോനെ. അപ്പം ഇതായിരുന്നു ഞാൻ പറഞ്ഞ ആ സംഭവം. അപ്പം ഈ ഒരു സംഭവത്തിൽ
ഞാൻ കാരണമാണല്ലോ മോൻ ഇത്രയും പ്രശ്നങ്ങൾ സംഭവിച്ചത്. എൻ്റെ ആ സമയത്തെ സിറ്റുവേഷൻ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ആലോചിച്ചപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് തോന്നിയ എക്സ്പ്രഷൻ ആയിരുന്നു മോനെ ഞാൻ തന്നെ ഈ ഇട്ടത്. തമാശക്കാരൻ അടി. ശരി മോനെ, എന്നപ്പോൾ എന്നെ കിടക്കട്ടെ. സംസാരിച്ച് ഒരു മണിയായി. അപ്പോൾ ശരി, നാളെ കാണാം. ബൈ.